ഇപ്പം അമ്മാവ നിൽക്കണമെന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപാണിത്. ഇതാണ് ആ പന കണ്ട, അതിലാ നീലക്കുത്ത് കണ്ട. ഇപ്പൊ സുൽത്താൻ അൽ അറബിൽ നമ്മൾ മിക്സ് ഗ്രില്ല് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 1 മീറ്റർ നീളമുള്ള ഷവർമ വന്നിട്ടുണ്ട് കേട്ടോ. മാമ സൈഡിൽ നിന്ന് കഴിച്ചോ കണ്ട. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ബുധനാഴ്ച നമ്മൾ ബർഷയിൽ വന്നിരിക്കുകയാണ്, മാൾ ഓഫ് എമിറേറ്റ്സിൽ. അമ്മാമേനെ ഇപ്രാവശ്യം നമ്മൾ മാൾ ഓഫ് എമിറേറ്റ്സ് കാണിക്കാൻ പോവാണ്. മാമേ ക്ഷീണിച്ചില്ലല്ല? ഞങ്ങൾ ആക്ച്വലി ഉച്ച കഴിഞ്ഞ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിയതാണ്, ഗസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം മാൾ ഓഫ് എമിറേറ്റ്സിൻ്റെ ഗ്രൗണ്ട് ലെവൽ എൻട്രൻസ് ആണ് ഇത്. ഇതുവഴി നമ്മൾ അകത്തോട്ട് കയറാൻ പോവാ. സംഭവം എന്നൊക്കെ പറഞ്ഞാൽ മാൾ ഓഫ് എമിറേറ്റ്സിൻ്റെ ഇൻറ്റീരിയർ ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ. ഭയങ്കര ദുബായ് മാളിലൊക്കെ നമ്മൾ എത്ര തവണ പോയെന്ന് പറഞ്ഞാലും മാൾ ഓഫ് എമിറേറ്റ്സിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നമ്മളെന്തായാലും ഇപ്പോൾ സ്കീ ദുബായ് ലക്ഷ്യമാക്കിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മാമേനെ സ്കീ ദുബായ് കാണിക്കണം. ഗൈസ് അങ്ങനെ നമ്മൾ നടന്ന് സ്കീ ദുബായ് എത്തിയിട്ട് കൃത്രിമമായി ഉണ്ടാക്കിയ ആ മഞ്ഞിൻ്റെ ലോകത്തേക്ക് നമ്മൾ എത്തിക്കുകയാണ്. അടിപൊളി. ഇത് ഞാൻ ഏറ്റവും ആദ്യം ഒരു 2008-ലോ 2009-ലോ എന്തോ ദുബായിൽ വന്നപ്പോഴും ഇവിടെ വന്നിരുന്നു. അതിൻ്റെ അവിടെ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ മറ്റേ ഒരു സാധനത്തിൽ കണ്ട ഇങ്ങനെ തൂങ്ങി വരുന്നുണ്ടോ. അടിപൊളിയാട്ടോ സംഭവം. അപ്പം എന്തായാലും അമ്മാമേനോട് ചോദിക്കാം നമുക്ക്. കണ്ടാ മാമേ കൃത്രിമമായ മഞ്ഞ്. ഇറങ്ങണോ? ദൂരെന്ന് മഞ്ഞ് കണ്ടാന്ന് വെച്ചപ്പോൾ അമ്മ പറയണേ അതാണ് ഇവിടെ വന്നപ്പോൾ ഒരു തണുപ്പൊന്ന്. അപ്പം നമ്മൾ ഇന്നത്തേക്കല്ല, നമ്മളുടെ കൂടെ അമ്മയുണ്ട്. അമ്മ ഹായ് പറ. അതുപോലെ ദീപിക ആൻറ്റി ജോയിൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതെ, ദീപിക ആൻറ്റി ഞങ്ങൾ സൗദിയിലായിരുന്ന സമയത്ത് വർഷങ്ങളായിട്ട് ജദ്ദയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൻറ്റിയാണ്. ആൻറ്റിയുടെ ഹസ്ബൻഡ് ഉണ്ട് ഗിരീഷങ്ങൾ, ഇപ്പോൾ പുറത്തേക്ക് വയ്ക്കണല്ലേ. യെസ്, കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പം നമുക്ക് പരിചയപ്പെടാം. ആൻറ്റി കയറിയിട്ടുണ്ടോ ഇതിൻ്റെ അകത്ത്? ഇല്ല, നമുക്ക് തന്നെ അല്ല. ആണോ? തീർത്ത കയറിയല്ലേ? അടിപൊളി. അപ്പോൾ ഇന്ന് അമ്മാമേനെ നമ്മൾ ജുമൈറ ഏരിയ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ പ്രസൻസ് അമ്മാമ ഇൻ ദുബായ്. പിള്ളേരൊക്കെ മഞ്ഞത്ത് കിടന്ന് ഭയങ്കര കളിയാണ് കേട്ടോ. അതായത് മറ്റേ ബീച്ചിലൊക്കെ പോയി മണ്ണ് വാരി കളിക്കുന്ന പോലെയാണ് പിള്ളേരവിടെ മഞ്ഞ് വാരി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര രസം. നേരത്തെ ഒരുത്തം വന്നിട്ട് ഈ ചില്ലിൻ്റെ അടുത്ത് വന്ന് നമ്മളെ നേരെ മഞ്ഞൊക്കെ എറിഞ്ഞിട്ട് ടാറ്റയെ കാണിച്ചിട്ട് മഞ്ഞൊക്കെ എറിഞ്ഞ് തന്നിട്ട് പോയി. അവനെന്തേ? അവനെ കാണാനില്ല, അവൻ പോയിന്നാണ്. അടിപൊളി. കുടുംബസമേതമാണ്, എല്ലാവരും ഉണ്ട്. ഐ ലവ് സ്കീ ദുബായ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അത് കൊള്ളാം, നല്ല രസമുണ്ട്. പിന്നെ ഇതുണ്ട്, ഇങ്ങനെ മഞ്ഞ് മുകളിൽ നിന്ന് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്, വല്ലാത്തൊരു ഫീലാണ് ഇവിടെ. നമ്മളിവിടെ ഈ സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഇവിടെ കുറേ സ്ക്രീനും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഇങ്ങനത്തെ എന്താ പറയുക മരവീടും ക്രിസ്മസ് ട്രീ പോലത്തെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ല രസം ഇവിടെ നിന്ന് കാണാനായിട്ട്. എന്തായാലും ഇപ്രാവശ്യം സമയമില്ല, എപ്പോഴെങ്കിലും ഇതിൻ്റെ അകത്ത് കയറണം. ഈ മഞ്ഞൊക്കെ ഒന്ന് വാരി നോക്കണമെന്നൊക്കെ ഉണ്ട്. എന്നാലും ഒത്തിരി ആൾക്കാർ പുതിയതായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ സൈഡ് അവിടെയായിട്ടാണ് എൻട്രൻസ്. അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം കൊള്ളാം. അങ്ങനെ നമ്മൾ സ്കീ ദുബായുടെ അവിടെ നിന്ന് നടന്ന് ഇവിടുത്തെ വേറൊരു സ്ഥലത്തെത്തിയിട്ട് എൻ്റെ അമ്മോ, ഇതൊരു ഡോം പോലെയുള്ളൊരു സ്ഥലമാണ്. നോക്കി എന്തൊരു രസമായിട്ട് ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നതെന്ന്. സംഭവം എന്നൊക്കെ പറഞ്ഞാലും ദുബായ് മോളാണ് ഭയങ്കര പോപ്പുലർ എങ്കിലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം മാൾ ഓഫ് എമിറേറ്റ്സ് ആണ്. ഇവിടുത്തെ ഈ ഒരു കൺസ്ട്രക്ഷനും അതുമല്ല മൊത്തത്തിൽ മോളിൻ്റെ ഒരു ഫീല് കുറേ കൂടി ലക്ഷറിയസ് ഫീലാണ് എനിക്ക് ദുബായ് മോളിനേക്കാളും എനിക്ക് മാൾ ഓഫ് എമിറേറ്റ്സ് ആണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ അമ്മാമ്മയും എല്ലാവരും അവിടെ നിന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മാമ്മയ്ക്ക് പിന്നെ എന്ത് കണ്ടാലും പുതുമയാണല്ലോ, ആദ്യമായിട്ടല്ലേ വരുന്നത്. അപ്പം അമ്മാമ്മ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അമ്മാമ്മേനെ അവിടെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഞാനൊന്ന് മോൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയതാണ്. ഈ ഒരു സ്ഥലത്ത് ഇത് നോക്കിയേ, എൻ്റെ അമ്മ മോളിൽ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ഒരു ആർക്കിടെക്ചർ ഭയങ്കര ഡിഫറെൻ്റ് അടിപൊളിയാണ്. മോളിൽ ഇങ്ങനെ ഒരു ഡോം പോലെ, ഞാൻ താഴേക്ക് വരുമ്പോൾ ഫുള്ള് നല്ല അടിപൊളി ബ്രാൻഡ്സിൻ്റെ സ്റ്റോർസ് നമുക്ക് കാണാം. പിന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ മാർബിളിൻ്റെ ഒരു ഭംഗിയും, പിന്നെ ഈ കാണുന്ന കഫേ ഉണ്ടോ ഇങ്ങനെ മരത്തിൻ്റെ ഒരു ഡോം പോലെ അവിടെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുക്ക് ഒരു കഫേ. ആ ഫ്ലോറിൻ്റെ ഒക്കെ തന്നെ ഭംഗി നോക്കിയേ, ഭീകരമുണ്ടോ? സത്യം പറഞ്ഞാൽ എന്നെ ഇത്ര അധികം ദുബായ് മാൾ എന്നെ ഇത്ര അധികം ഫാസിനേറ്റ് ചെയ്തിട്ടില്ല. ഈ മോളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭംഗിയുടെ കാര്യത്തിൽ മാൾ ഓഫ് എമിറേറ്റ്സ് ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മളെന്തായാലും മാൾ ഓഫ് എമിറേറ്റ്സിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഇനി ജുമൈറ ഭാഗത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ കയറി എൻട്രൻസിൽ തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അമ്മയും
ആൻറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടെന്ന്. ഞാൻ ഇപ്പോൾ കുറച്ച് നേരം ആ എൻട്രൻസ് തപ്പി നടക്കുന്നു, ഒടുവിൽ കിട്ടി. ഗൈസ്, അങ്ങനെ മാൾ ഓഫ് എമിറേറ്റ്സിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ നമ്മളുടെ ഗിരീഷ് അങ്കിൾ ജോയിൻ ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെ ഉണ്ടെങ്കിൽ സുഖം? എന്ത് പറ്റി പെട്ടെന്നൊരു എവിടെയായിരുന്നു? ഞങ്ങളാക്കിയിട്ട് മുങ്ങിക്കളഞ്ഞല്ലേ? അതിന് പോയതാണ്. എന്നിട്ട് തിരിച്ചു വന്നാൽ നമ്മളിനി അടുത്തതായിട്ട് ജുമേറ കാണിക്കാൻ കൊണ്ടുപോകണം അല്ലേ? ജുമേറ അവിടെ തന്നെ, പാം ജുമേറയിലേക്ക് പോണതും ആ വഴി തന്നെ. പാം ജുമേറയില് ആദ്യം നമുക്ക് പോയിട്ട് പിന്നെ ഈ ബുർജ് അൽ അറബ് ഇരിക്കുന്നത് അവിടെ തന്നെ അല്ലേ? വേറെ സ്ഥലത്താണ്. അത് തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ബുർജ് അൽ അറബിന്റെ അടുത്താണ്. അവിടുന്ന് പിന്നെ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മള് പാം ജുമേറയിലെത്തും അല്ലേ? അമ്മാമേനെ ഞാൻ പറഞ്ഞു വെച്ചേക്കാണ് ഇവിടെ മറ്റേ പാമ്പിന്റെ ഷേപ്പിൽ അയിലിന്റെ ഒക്കെ കൊണ്ടുവന്നിട്ട്. അമ്മാമേ ഉറങ്ങിയില്ലല്ലേ? എവിടെ? ഓക്കെ, പാം ജുമേറയ്ക്ക് പോവാം നമുക്ക്. യെസ്. ഗൈസ്, അങ്ങനെ നമ്മൾ പാം ജുമേറയിലെത്തി. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് ഇങ്ങോട്ട് വന്ന സമയത്ത് ബ്ലോക്കൊക്കെ ആയത്, കുറച്ച് ലൈറ്റൊക്കെ പോയി. ഞാനാണെങ്കിൽ 2020 ലാസ്റ്റ് ഇവിടെ വന്നത്, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റേ അറ്റ്ലാന്റിസ് ദ പാം മറ്റേ കിള്ള ഹോട്ടലുണ്ടല്ലോ, അതിൻ്റെ അവിടെ നമുക്കിപ്പോൾ പാർക്കിംഗ് തരില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യായിരുന്നു. ഇപ്രാവശ്യം അവിടെയൊക്കെ പാർക്കിംഗ് അവർ നിരോധിച്ചിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി പേര് അവിടെ വന്ന് നിർത്തി മൊത്തം റോഡ് ബ്ലോക്കൊക്കെ ആക്കുന്ന കാരണം അവിടത്തുള്ള പാർക്കിംഗ് അവർ നിരോധിച്ചു. അപ്പോൾ നമ്മൾ ഒത്തിരി ഇങ്ങോട്ട് നീങ്ങിയിട്ടാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ അമ്മാമ്മ പാം ജുമേറയുടെ കാഴ്ചയൊക്കെ കണ്ട് നിൽപ്പുണ്ട്. അമ്മാമ്മക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം നമ്മളെവിടെയാണെന്ന്. മാമേ എങ്ങനെയുണ്ട്? കടൽ കണ്ടാ? എന്താണല്ലേ? കടലിൽ കൂടെ നമ്മൾ പോയതാ. ഇപ്പൊ അമ്മാവ് നിക്കണെന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപാണിത്, പാം ജുമേറ. അതായത് നമ്മളിപ്പോ മറ്റേ ഒരു പനയുടെ ഷേപ്പിലുള്ള ഐലൻഡിലാണ് നിക്കണത്. പക്ഷെ ഇങ്ങനെ കണ്ടാ മനസ്സിലാവൂല. അതേ സമയത്ത് കണ്ടാ ഫോണിൽ ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ആ പന കണ്ട, അതിലാ നീല കുത്ത് കണ്ട, അവിടെയാണ് നമ്മളിപ്പോ നിക്കണത്. മനസ്സിലായ? അത് അത്രയും വലുതായതുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. ഇല്ലെങ്കിൽ മറ്റേ ആന്റി പറഞ്ഞ ആ ടവറിന്റെ മുകളിൽ കയറണം. അതിന് എന്ത് ടവറായിരുന്നു? പാം ജുമേറ വ്യൂ പോയിന്റ് എന്നാണ്. യെസ്, നക്കീൽ മാൾ. അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഐലൻഡിന്റെ ഇങ്ങനത്തെ പന പോലത്തെ ഷേപ്പ് കാണാം. ഇപ്പൊ നമ്മൾ ഈ പനയുടെ ചുറ്റും ഒരു വട്ടമുണ്ട് കണ്ട, ആ വട്ടത്തിന്റെ ഈ അറ്റത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഈ വട്ടം ഉണ്ടാക്കി വെച്ചേക്കണം എന്താന്ന് വെച്ചാൽ ഈ കടലിൽ നിന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഈ തിര അങ്ങോട്ട് അടിക്കാണ്ടിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ ആയിട്ടാണ് നിൽക്കണം. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ പാറ ഇട്ടേക്കണത്. മനസ്സിലായോ നമുക്ക്? എന്തുവല്ലേ പാറയെന്ന് നോക്കി. ബോട്ടിങ് നമ്മൾ ഇതിൽ കൂടെയല്ലേ പോയത്? നമ്മൾ പോയത് അബുദാബിയിലാണ് പോയത് കേട്ടോ. ഗൈസ്, അപ്പോൾ ആക്ച്വലി ഇപ്പം മൊത്തം സൺസെറ്റ് ഒക്കെ ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ തെളിഞ്ഞ് വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളി വ്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി കാണാം. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഗൈസ്, നമ്മളങ്ങനെ വണ്ടി ഓടിച്ച് ഈ ഒരു ക്രസൻറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡിലെത്തി കേട്ടോ. ഇവിടെ നിന്ന് ഓപ്പോസിറ്റുള്ള വ്യൂ ഉണ്ടല്ലോ, അതായത് നമ്മളുടെ മറ്റേ ബ്ലൂ വാട്ടർ ഐലൻഡ് ഏരിയ അതാണ് ആ കാണുന്നത്. അങ്ങ് ദൂരെ നമുക്ക് എയിൻ ദുബായിൻ്റെ മനോഹരമായിട്ടുള്ള ദൃശ്യം കാണാം കേട്ടോ. ആകുമ്പോൾ ലൈറ്റിൽ കുളിച്ച് നല്ല സൂപ്പറായിട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ നമ്മൾ ആ ഏരിയയിലൊക്കെ പോയായിരുന്നു, അതിലേക്കൂടെയൊക്കെ നടന്നായിരുന്നു. ഇപ്രാവശ്യം ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുകയാണ് നമ്മൾ. ജസ്റ്റ് ഓൺ ദ വേ നമ്മൾ ഈ ബുർജ് അൽ അറബിൻ്റെ നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്പോട്ട് വന്നപ്പോൾ നിർത്തിയാണ്. ഈ സൈഡ് എന്ന് പറയുന്നത് ജുമേറ ബീച്ചിൻ്റെ ഏരിയയാണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജുമേറ ബീച്ചാണ്. ഇത് രാത്രി ആയി കഴിയുമ്പോൾ ഇതിൻ്റെ ലൈറ്റിങ് സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് നിർത്തിയതാണ്. കുറേ പിള്ളേരൊക്കെ സൈക്കിളൊക്കെ ചവിട്ടി പോകുന്നുണ്ടല്ലോ. എൻ്റെ സൈക്കിൾ ആക്ച്വലി ഇവിടെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഇതേപോലെ ചവിട്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ ഇവന്മാർ ചവിട്ടി കൊണ്ടുപോകണിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വിടാം. ഗൈസ്, അടുത്തായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് സുൽത്താൻ അൽ അറബിൽ വന്നേക്കാം കേട്ടോ. സുൽത്താൻ അൽ അറബിൽ 1 മീറ്റർ നീളമുള്ള ഷവർമ ഉണ്ടെന്നൊക്കെ പറയണം. വാ മാമേ, ഇതെന്താ? വാ. സുൽത്താൻ അൽ അറബിയിൽ നിന്ന് 1 മീറ്റർ നീളമുള്ള ഷവർമ ചോദിക്കാം നമുക്ക്. 1 മീറ്റർ നീളമാണ് ഷവർമയ്ക്ക് ഇവിടുത്തെ. എന്താണ് മാമ കഴിക്കൂല്ലോ ഒറ്റയ്ക്ക്? എന്നാ വാ. ഇപ്പോൾ സുൽത്താൻ അൽ അറബിൽ നമ്മൾ മിക്സ് ഗ്രില്ല് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
മിക്സ് ഗ്രില്ല് വന്നിട്ടുണ്ട്, അടിപൊളി. നമുക്കിഷ്ടമല്ലേ അറബിക്ക്? കുഴപ്പമില്ല. 1 മീറ്റർ നീളമുള്ള ഷവർമ ഇപ്പോൾ വരും. അപ്പോഴത്തേക്ക് നമുക്ക് മിക്സ് ഗ്രില്ല് കഴിക്കാം കേട്ടോ. എന്നാ റൊട്ടി എടുത്തോ. നല്ല നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടിട്ട് അടിപൊളിയാണെന്ന് തോന്നണം. അത് നമുക്ക് കഴിച്ചു നോക്കാം. നമ്മുടെ 1 മീറ്റർ നീളമുള്ള ഷവർമ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എത്ര പീസ് ഉണ്ട് നിങ്ങൾ? 8 പീസായിട്ട് കട്ട് ചെയ്തേക്കാണ്. മാമേ ഒരു സൈഡിൽ നിന്ന് കഴിച്ചോ. വേണ്ട, എന്താ നീളം നോക്കി. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ ഉണ്ട്. പിന്നെ ഈ സൈഡിൽ വേറെ സാധനമുണ്ട്, അടിപൊളി. പത്തയാന്ന് പറഞ്ഞ സാധനമാണ്. യെസ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഒരു 4-5 പേരുണ്ടെങ്കിൽ ഇത് മതിയാവും. വേറെ സംഭവം കൊള്ളാം, കഴിച്ചു നോക്കേനെ. ശരി ആൻറ്റി, താങ്ക് യു. പോയിട്ട് വരാം. ശരി ഞങ്ങൾ പ്രാവശ്യം കാണാം അല്ലേ? അപ്പോൾ ഒരു ദിവസം മുഴുവനും സന്തോഷമുള്ള കാര്യമില്ലേ? അപ്പൊ കാണാം, പിന്നെ കാണാം. എറണാകുളത്ത് വരുമ്പോൾ